വനനിയമ ഭേദഗതിയിൽ പ്രതിഷേധം ഉയർന്നതോടെ തിരുത്തൽ നടപടിയുമായി വനം വകുപ്പ്. നിയമ ഭേദഗതിയുടെ കരടിൽ ജനവിരുദ്ധത ഉണ്ടെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ജനങ്ങളുടെ ആശങ്ക പൂർണ്ണമായി പരിഹരിക്കുമെന്ന് വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. വനനിയമ ഭേദഗതിയിലെ ആശങ്കകൾ ആദ്യം ജനങ്ങളിലേക്ക് എത്തിച്ചത് ന്യൂസ് മലയാളമായിരുന്നു. ന്യൂസ് മലയാളം ഇംപാക്ട്. നിയമഭേദഗതിയുടെ കരടിൽ കടുത്ത പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് വനം വകുപ്പ് മാറ്റത്തിന് തയ്യാറായത്. നിയമഭേദഗതിയിൽ പ്രതിപക്ഷവും സഭാ നേതൃത്വവും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും കടുത്ത എതിർപ്പ് ഉയർത്തിയിരുന്നു. കരട് പ്രസിദ്ധീകരിച്ചത് അതേപടി നടപ്പാക്കില്ലെന്നും ജനങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായി പരിഹരിക്കുമെന്നും മന്ത്രി എ.കെ. ശശീന്ദ്രൻ വ്യക്തമാക്കി. ഇപ്പോൾ പുറപ്പെടുവിച്ചുള്ള കരട് ബില്ലിൽ ജനവിരുദ്ധതയുണ്ടെന്ന് ഒരാക്ഷേപം വന്നിട്ടുണ്ട്. ചില കോണുകളിൽ നിന്ന് അതിനെപ്പറ്റി വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് വേറൊരു ചർച്ചയില്ലല്ലോ. കഴിഞ്ഞ ദിവസം അതൃപ്തി അറിയിച്ച് കേരള കോൺഗ്രസ് എം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ജനദ്രോഹപരമായ നിയമങ്ങൾ ഉണ്ടാകില്ലെന്നാണ് പ്രതീക്ഷ. വന്യമൃഗ പ്രശ്നങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും ജോസ് കെ മാണി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ക്ലോസ് ബൈ ക്ലോസ് ആ ഓരോ നിയമം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നത് എന്ന് മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യുന്നുണ്ടാകും. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി വളരെ ഗൗരവപൂർവ്വം ഇത് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇത് ആ ജനദ്രോഹപരമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വാറന്റ് ഇല്ലാതെയും കേസ് രജിസ്റ്റർ ചെയ്യാതെയും ആരെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് കസ്റ്റഡിയിലെടുക്കാനുള്ള അനുമതി നൽകുന്നതാണ് പുതിയ നിയമനിർമ്മാണം. കുറ്റകൃത്യങ്ങൾക്ക് പിഴയടക്കം 10 ഇരട്ടി വരെ കൂട്ടാനുള്ള നിയമനിർമ്മാണത്തിനാണ് തുടക്കമിടുന്നത്. ഈ മാസം 31 അവസാനിക്കുന്ന ഹിയറിംഗിനു ശേഷം മാറ്റങ്ങൾ നടപ്പിലാക്കുമെന്നാണ് വനം വകുപ്പ് അറിയിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.